اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ തുടർച്ചയിൽ ഇന്ന് സൂചിപ്പിക്കുവാനുള്ളത് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 254-ാമത്തെ വചനമാണ്. നമ്മൾ ഒരു അന്യരാജ്യത്തേക്ക് യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആവശ്യത്തിന് ധനം, നമ്മുടേത് ഇന്ത്യൻ കറൻസി എന്ന നിലക്ക് നമ്മൾ ആ പണം കയ്യിൽ കരുതുകയും നമ്മൾ ഏത് രാജ്യമാണോ യാത്രക്കായി ഉദ്ദേശിക്കുന്നത് അവിടെ എത്തുമ്പോഴോ അല്ലെങ്കിൽ വഴിമധ്യയോ നമ്മുടെ കയ്യിലുള്ള ധനം എക്സ്ചേഞ്ചുകളിൽ കൊടുത്ത് അവിടുത്തെ രാജ്യത്തിൻ്റെ നാണയം ഏതാണോ, കറൻസി ഏതാണോ അത് കയ്യിൽ കരുതി വെക്കും. എങ്കിലേ നമുക്ക് ആ നാട്ടിൽ നമ്മുടെ യാത്ര, നമ്മുടെ ജീവിതം സുഗമമാക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത്, പലപ്പോഴും നമുക്ക് അപരിചിതമായ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആരെങ്കിലും അവിടെയുണ്ടോ, അങ്ങനെയെങ്കിൽ അവരുടെ കൂടി സഹായം തേടിയിട്ടായിരിക്കും നമ്മളങ്ങോട്ട് പോവുക. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാനും നമ്മളെ ആവശ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനും ഒക്കെ അവരുണ്ടാകും. അങ്ങനെ ഒരു സഹായം നമ്മൾ നമ്മുടെ സൗഹൃദങ്ങളിൽ അന്വേഷിക്കുകയും അവരിൽ നിന്ന്
അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. മൂന്നാമത്തത്, അങ്ങനെ ഒരു സൗഹൃദം നമുക്ക് നാം യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നാട്ടിൽ ഇല്ല എങ്കിൽ, നാട്ടിൽ നമുക്ക് പരിചയമുള്ള ആളുകളുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ ഒക്കെ അവിടെ ഉണ്ട് എങ്കിൽ അവരെ കൊണ്ട് നമ്മൾ വരുന്ന വിവരം ധരിപ്പിക്കുകയും നമുക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു തരാൻ ഇവരെ ശുപാർശയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്രക്ക് തയ്യാറെടുക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഓരോ മനുഷ്യനും നിർബന്ധമായും നടത്തേണ്ടിയിരിക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവിടെ വിശ്വാസികൾ എന്ന നിലക്ക് നാം എടുക്കേണ്ടുന്ന കരുതലിനെക്കുറിച്ചും വളരെ ഗൗരവമായി വിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആശയം വരുന്ന വചനമാണ് ആമുഖത്തിൽ ഓതി കേൾപ്പിച്ചത്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 254-ാമത്തെ വചനം. 255 നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ളതും ഏറെ സുപരിചിതമായതുമായ ആയത്താണ്, അറിയാമായിരിക്കും. ആയത്തുൽ കുർസിയൻ. അതിൻ്റെ തൊട്ടു മുൻപുള്ള ആയത്താണ് പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, നിങ്ങൾക്ക് ഒരു ദിനം വരുന്നതിന് മുൻപ് നാം നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന്, ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. ഒരു ദിനം നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായും വരാനുണ്ട്. ആ ദിനം വരുന്നതിന് മുൻപ് അല്ലാഹു നമുക്ക് നൽകിയ റിസ്ക്കിൽ നിന്ന് ചിലവഴിച്ചു കൊള്ളുക. ലാ ബൈഉൻ ഫീഹി, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വിധത്തിലുള്ള ക്രയവിക്രയങ്ങളും കൊടുക്കൽ വാങ്ങലുകളും കച്ചവടങ്ങളും സാധ്യമാകാത്ത ഒരു ദിനം. വലാ ഖുല്ലത്തുൻ, ഒരു സൗഹൃദവും ഉപകാരപ്പെടാത്ത ഒരു ദിനം. വലാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും ഏൽക്കാത്ത, സ്വീകരിക്കാത്ത ഒരു ദിനം വരാനുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിന് മുന്നോടിയായി ചില മുൻകരുതലുകൾ വേണം എന്ന് വിശ്വാസികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അവസാനമായി റബ്ബ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. എന്നാൽ ഇതിനെയെല്ലാം നിഷേധിക്കുന്ന ആളുകളുണ്ട്, ഇതൊന്നുമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്, ഇതൊക്കെ പരിചിതമായ ആരെങ്കിലും ഇന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്, ഇതിനെ അനുഭവിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അഹങ്കാരത്തോടു കൂടി ചോദിക്കുന്നവരുണ്ട്, ഇത് മിഥ്യയാണ് എന്ന് പറയുന്നവരുണ്ട്. അവരാണ് അദ്വാലിമൂൻ, അക്രമകാരികൾ എന്ന് അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഈ ആയത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ ഖുതുബകളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെ, ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലെ പ്രതിപാദ്യ വിഷയങ്ങളെ പഠിക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കുന്നത് അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നല്ല ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയെങ്കിലും വേണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ ആയത്ത് ആ അർത്ഥത്തിൽ സഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒന്നുകൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സമ്പത്തിനെക്കുറിച്ച്, നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കുള്ള ഒരു ധാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തിരുത്തുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് എൻ്റെത്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ നേടിയെടുത്തത് എന്ന അർത്ഥത്തിൽ എൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലാഹു അവിടെ ഒരു തിരുത്തൽ പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്.
അംഫിഖു മിമ്മ റസഖ്നാക്കും, നിന്റേതല്ല, മിമ്മ റസഖ്നാക്കും, നാം നിനക്ക് നൽകിയത്. അങ്ങനെ വേണം മനസ്സിലാക്കാൻ. വിശ്വാസി അങ്ങനെ തിരിച്ചറിയണം. എൻ്റെ കയ്യിൽ ധനമുണ്ട് എങ്കിൽ ആ ധനം റബ്ബ് എനിക്ക് നൽകിയതാണ്. വേറൊരുത്തൻ്റെ കയ്യിലുണ്ട് എങ്കിൽ അത് അള്ളാഹു അവന് നൽകിയതാണ്. എനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ റബ്ബ് എനിക്ക് തടഞ്ഞതാണ്. റബ്ബ് എനിക്ക് തടഞ്ഞ ഒന്നിനെ തരാൻ വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് വേറെ മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട. അള്ളാഹു എനിക്ക് ധനം നൽകിയില്ല, വീട് വെക്കാൻ എനിക്ക് കഴിയണില്ല, ബാങ്ക് എനിക്ക് പലിശയിൽ തരാം എന്ന് ഒരു ഓഫർ നൽകുന്നു, അങ്ങോട്ട് പോകേണ്ടതില്ല. വിശ്വാസി ആ മേഖലയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ടതില്ല. നിങ്ങൾക്ക് നൽകിയതുണ്ട് എങ്കിൽ അത് അള്ളാഹു നൽകിയതാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ കൃത്യമായി ഇതിനെ മനസ്സിലാക്കുമ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന്, നമുക്കൊരു പ്രതീക്ഷയുണ്ടാവണം. പ്രതീക്ഷ എന്ത് എന്ന് ചോദിച്ചാൽ, അള്ളാഹു എനിക്ക് ധനം നൽകിയിട്ടില്ല എങ്കിൽ അത് തടഞ്ഞവൻ റബ്ബാണ്, അത് തരാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു വിചാരിച്ചാൽ ഏതു വിധേനയും, ഒരുപക്ഷെ നമ്മുടെ അധ്വാനങ്ങളില്ലാതെ തന്നെയും ആ ധനം നമുക്ക് നൽകാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് നിരാശ എന്നെ ബാധിക്കാൻ പാടില്ല. എന്ത് നിരാശ ബാധിച്ചാലുള്ള കുഴപ്പം? പലപ്പോഴും ഈ മേഖലയിലുള്ള നിരാശ ഹറാമുകൾ ചെയ്യുന്നതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതിനേക്കാൾ അപ്പുറം ഈ മേഖലയിലുള്ള നമ്മുടെ നിരാശ റബ്ബിനെക്കുറിച്ച് ഉള്ള അവിശ്വാസത്തിലേക്ക്, കുഫറിലേക്ക്, ദൈവനിഷേധത്തിലേക്ക് നമ്മളെ ഒരുപക്ഷെ എത്തിച്ചേക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിരാശയുണ്ടാവരുത്. പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. രണ്ടാമത്, നമുക്ക് ഉണ്ടാവേണ്ടുന്നത് കരുതലാണ്. എന്താ ഉണ്ടാകേണ്ട കരുതൽ? എനിക്കിപ്പോൾ ധനമുണ്ട്, സമ്പത്തുണ്ട്. ആ സമ്പത്ത് നൽകിയവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എൻ്റെ ധനത്തെ തടഞ്ഞു വെക്കാനും അത് തിരിച്ചെടുക്കാനും അള്ളാഹുവിന് കഴിയും എന്ന ഒരു ബോധ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ധനം ചിലവാക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം. അല്ലാതെ കിട്ടിയതിൽ അഹങ്കരിക്കാൻ പാടില്ല. എൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രശ്നം നിരാശ കൊണ്ടുണ്ടാകുന്ന അതേ പ്രശ്നം തന്നെയാണ് അഹങ്കാരത്തിനും. അതും ദൈവനിഷേധത്തിലേക്കാണ് എത്തുക, അള്ളാഹുവിനെ തള്ളിപ്പറയുന്നതിലേക്കാണ് എത്തുക, ഹറാമുകളിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഫിർഔനും കാറൂനിനും ചരിത്രഗതിയിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതിസമ്പന്നനായ കാറൂനിന് സംഭവിച്ചതും ധനമില്ല എന്ന പ്രശ്നമല്ലല്ലോ. നേരെ മറിച്ച് ധനം അധികമായി വന്നപ്പോൾ അള്ളാഹുവിനെ മറന്നുപോയി. അവിടെ ദൈവനിഷേധം മനസ്സിലേക്ക് കടന്നു വന്നു, അപകടത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. എന്നാൽ ചിലരെങ്കിലും, നമ്മളിൽപ്പെട്ട ചിലരെങ്കിലും ആലോചിക്കാറുണ്ട്, ഞാൻ വിശ്വാസിയാണല്ലോ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ശിർക്ക് ചെയ്യാതെ എൻ്റെ വിശ്വാസത്തെ കളങ്കപ്പെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ കൃത്യമായി നോമ്പ് നോൽക്കുന്നുണ്ട്. അങ്ങനെ ഇസ്ലാം പറഞ്ഞ ആചാര അനുഷ്ഠാന ജീവിത രീതികളെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാത്തത്? ഇതൊന്നും ചെയ്യാത്ത ആളുകൾ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ, അവരെല്ലാം സുഭിക്ഷമായി, ധനാഢ്യരായി, ആഡംബര സമ്പൂർണമായ ജീവിതം നാട്ടിൽ നയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിലരെങ്കിലും ഒരു പക്ഷെ കരുതിയിട്ടുണ്ടാകാം. അവിടെ വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു വർത്തമാനം എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ തന്നെ 126-ാമത്തെ വചനം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് നടത്തുന്ന ഒരു സംഭാഷണം. വഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ വർത്തമാനം, റബ്ബി ജ്അൽ ഹാദാ ബലദൻ ആമിന, അള്ളാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റണമേ, ഈ നാട്ടിൽ നീ നിർഭയത്വം നിറയ്ക്കണമേ റബ്ബേ
രണ്ടാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പടച്ചവനെ, ഈ നാട്ടിലുള്ള ആളുകൾക്ക് നീ ഉപജീവനം നൽകണേ. എങ്ങനെയുള്ളവർക്ക്? മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിച്ച ആളുകൾക്ക് നീ ഉപജീവനം നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് തിരുത്തുന്നത് ഖാല വമൻ കഫർ, അല്ല, സത്യനിഷേധികളായ ആളുകൾക്കും കൊടുക്കും. വിശ്വസിച്ച ആളുകൾക്ക് മാത്രമല്ല ഉപജീവനം നൽകുക, ധനം നൽകുക, സൗകര്യങ്ങൾ നൽകുക, സത്യനിഷേധികളായ ആളുകൾക്കും കൊടുക്കും. എന്നിട്ട് ആ ആയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് എന്താണെന്നറിയാം? അതിനോട് ചേർത്ത് പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾ നിരാശപ്പെടരുത്. അവിശ്വാസികളായ ദൈവനിഷേധികളായ ആളുകൾക്ക് റബ്ബ് ഇങ്ങനെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിൽ നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ ലുതറുഹു ഇലാ അദാബിന്നാർ വബിഇസൽ മസീർ, അല്പമൊക്കെ ഞാൻ അവർക്ക് ആസ്വാദനം നൽകും, എന്നാൽ ശാശ്വതമായ നരകത്തിലേക്ക് അവർ ആപതിക്കുക തന്നെ ചെയ്യും. അവരുടെ മടക്കം നരകത്തിലേക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് ലഭിച്ചിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഒരാളും നിരാശപ്പെടുകയോ അധികമായി അത് ലഭിച്ചു എന്നതിൻ്റെ പേരിൽ അത് അഹങ്കരിക്കുകയോ ചെയ്യരുത്. നേരെ മറിച്ച് ചെയ്യേണ്ടത്, ഈ ധനം നമുക്ക് നാളെ ഉപകാരപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അള്ളാഹു പറയുന്നത്. അംഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ആ ദിവസം വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ എൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു കൊള്ളണം. നിശ്ചയമായും നമുക്ക് വരാനിരിക്കുന്ന ഒരു ദിവസം, ആ ദിവസത്തിൻ്റെ ഗൗരവം എത്രമേൽ വലുതാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടു, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഖുറാതൻ ഖുർല, ജനങ്ങൾ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക ഹുഫാതൻ, നഗ്നപാദരായിക്കൊണ്ടായിരിക്കും, ഖുറാത്ത്, നഗ്നരായിക്കൊണ്ടായിരിക്കും, വിവസ്ത്രരായിക്കൊണ്ടായിരിക്കും അവർ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക. ഖുർലൻ, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലായിരിക്കും അവർ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തെ ആ ദിനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അർരിജാലു വന്നിസാഉ ജമീഅൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, അന്നേ ദിവസം ആണും പെണ്ണുമെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഔറത്തുകളിലേക്കൊക്കെ നോക്കൂല റസൂലെ, ഇതിങ്ങനെയാണ് അവർ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നതിൽ എങ്കിൽ എന്ന് ചോദിക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകുന്ന മറുപടി, യാ ആയിഷ, അൽ അംറു അശദ്ദു അൻ യുഹിമ്മഹും ദാലിക്, അങ്ങനെ ഒരു ചിന്തക്ക്, അങ്ങനെ ഒരു തോന്നലിനുള്ളൊരു അവസരം ഉണ്ടാവണ്ടേ, അത് ഉണ്ടാവില്ല. അന്നത്തെ കാര്യം ഭയാനകമാണ്, അന്നത്തെ കാര്യം അല്പം കഠിനമാണ്. അങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നത് പലതും ചുറ്റുമുണ്ടായിരിക്കെ തന്നെ അതിലേക്കൊരു നോട്ടം കൊണ്ടുപോലും മനസ്സനുവദിക്കാത്ത വിധം കഠിനമായിരിക്കും അന്നത്തെ അവസ്ഥ. ഓരോ ആളുകളും അവനവൻ്റെ നാളെയെക്കുറിച്ച്, അവനവൻ്റെ സ്വർഗപ്രവേശനത്തെക്കുറിച്ച്, നരകമോചനത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന ദിവസത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് ആലോചിച്ചങ്ങനെ ഭയപ്പെട്ട് ഓടുന്ന ദിവസമായിരിക്കും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ പരസ്പരം സംസാരിക്കാനോ ഒന്നുമുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന് ജനങ്ങൾ ഇങ്ങനെ ഭയം കൊണ്ട്, ആശങ്ക കൊണ്ട്, വിയർപ്പിൽ കുളിച്ചുകൊണ്ടാണ് നിൽക്കുക. കണങ്കാല് വരെയും വിയർപ്പിൽ മുങ്ങിയ ആളുകളും മൂക്കറ്റം വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകളുമൊക്കെ അന്ന് പരലോകത്തുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ അത്രയും ഗൗരവകരമായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്ന കൃത്യമായ മുന്നറിയിപ്പ് വിശ്വാസികളെ, നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തണം. എന്തുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, എന്തുകൊണ്ട് വിശ്വാസികളോട് ഈ പറഞ്ഞത്? വിശ്വാസികൾക്ക് ആ ദിവസത്തെക്കുറിച്ചൊരു ഭയമുള്ളൂ, വിശ്വാസികൾക്ക് ആ ദിവസത്തെക്കുറിച്ച് ചിന്തയുള്ളൂ. നമ്മളെങ്ങനെ വിശ്വാസിയായത്?
ഇങ്ങനെ ഒരു ദിനം വരാനുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ വിശ്വാസം സമ്പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കാണ് അതിനെക്കുറിച്ച് കൃത്യമായ ബോധമുള്ളത്. എന്നാൽ ആ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തുടർന്ന് വിശദീകരിക്കുകയാണ്. അതിലെ ഒന്നാമത്തെ പ്രത്യേകത ലാ ബൈഉൻ ഫീഹി, ഒരു ഇടപാടും ഒരു ക്രയവിക്രയവും ഒരു കച്ചവടവും സാധ്യമല്ലാത്ത ദിവസമാണത്. ഒരു ഇടപാടും അവിടെ നടക്കൂല. വിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 88, 89 വചനങ്ങളിൽ പറയുന്നതായി കാണുവാൻ സാധിക്കും. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അന്ന് സന്താനങ്ങളും സമ്പാദ്യവും നമുക്ക് ഉപകാരപ്പെടില്ല. യൗമ ലാ യൻഫഅ, അന്നേ ദിവസം നമുക്ക് ഉപകാരപ്പെടില്ല, ഗുണപ്പെടില്ല. മാലും വലാ ബനൂൻ, ധനമാകട്ടെ നമ്മുടെ സന്താനങ്ങളാകട്ടെ. എനിക്ക് ഒരുപാട് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അങ്ങനെ എൻ്റെ അംഗബലം കൊണ്ട് ആ പരലോകത്ത് എനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ തെറ്റാണത്. അന്ന് നമ്മുടെ മക്കളെ നമുക്ക് ഉപകാരപ്പെടുകയില്ല, സമ്പത്തും ഉപകാരപ്പെടുകയില്ല. ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ഋജുമാനസനായി റബ്ബിനെ കണ്ടുമുട്ടാൻ ആർക്ക് കഴിയുന്നുവോ അവനല്ലാതെ ആ ദിവസം സമാധാനപൂർണമായ മനസ്സോടുകൂടി, സംശുദ്ധമായ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്കല്ലാതെ ഭയരഹിതരായി ആ ദിവസത്തെ അഭിമുഖീകരിക്കാൻ കഴിയുകയില്ല എന്നാണ്. പക്ഷേ അവിശ്വാസികളായ ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും അന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിരുന്നത് എങ്കിൽ എന്ന്. അവരതിന് ശ്രമിക്കുകയും അത് പറയുകയും ചെയ്യും. ഇന്നല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ അവര് ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു, അവർക്ക് ദുനിയാവിലുള്ളത് മുഴുവൻ അവരെ ഉടമപ്പെടുത്തുകയും വമിസ്ലഹു മഅഹു, അതിൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതേ ഇരട്ടി തന്നെ, അതിൻ്റെ ഒരു 2 ഇരട്ടി, ദുനിയാവിലുള്ള സമ്പത്ത് മുഴുവനും അതിൻ്റെ ഒരു 2 ഇരട്ടിയും അവർക്ക് ഉണ്ടായിരിക്കുകയും എന്നിട്ട് ലിയഫ്തദൂ ബിഹി, അത് ഫിദിയയായി നൽകിയതിന് ശേഷം, അള്ളാഹുവിന് അത് ഫിദിയയായി നൽകിയതിന് ശേഷം നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് അവർ വിചാരിച്ചാലും മിൻ അദാബി യൗമിൽ ഖിയാമ, ആ ദിവസത്തെ അപകടത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ആഗ്രഹിച്ചാൽ തന്നെയും മാ തുഖുബ്ബില മിൻഹും വലഹും അദാബുൻ അലീം, അവരിൽ നിന്ന് അതൊന്നും സ്വീകരിക്കുകയില്ല എന്നാണ്. അതൊന്നും റബ്ബ് സ്വീകരിക്കില്ല. മാത്രമല്ല വേദനാജനകമായ ശിക്ഷയുണ്ടാകും അവർക്ക് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ സമ്പാദ്യം നാളെ നമുക്ക് ഉപകാരപ്പെടണ്ടേ? അങ്ങനെ ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹു പറയുന്നത് അംഫിഖു, നിങ്ങളത് ചിലവഴിക്കേണ്ടത് മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, നിങ്ങൾക്ക് ഈ ഒരു ദിവസം, പരലോകമെന്ന് പറയുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനം വന്നെത്തുന്നതിന് മുൻപ് വേണം നിങ്ങൾ ഇതൊക്കെ ചെലവഴിക്കാൻ. മിക്കവാറും ആളുകൾ വലിയ സമ്പാദ്യം ബാക്കിയാക്കിയിട്ടാണ് പോകുക. മക്കൾക്ക് വേണ്ടി കരുതി വെച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അധ്വാനിക്കുന്നു, മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്നു, നമ്മൾ മരിച്ചു പോകുന്നു. പിന്നെയും നമ്മുടെ സന്തതി പരമ്പരകൾ എന്താ ചെയ്യുന്നത്? അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് ചിലരൊക്കെ അത് ദൂർത്തടിക്കുകയോ ചിലർ അതിനെ വളർത്തുകയോ ചെയ്യുന്നു, അവരും മരിച്ചു പോകുന്നു. എന്നാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതിൻ്റെ ഫലം നാളെ പരലോകത്ത് ലഭിക്കണമല്ലോ. അതിനെന്താണ് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണില്ല. എപ്പോഴും നമ്മുടെ ചിന്ത എന്താ? മരിക്കുന്നതിന് മുമ്പ് മക്കളെയൊക്കെ ഒന്ന് സെറ്റിലാക്കണം. പരലോകത്ത് എന്നാലും നമ്മളെങ്ങനെ സെറ്റിലാകുമെന്നുള്ളതിനെക്കുറിച്ച് ഒരാലോചനയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മക്കളെ അല്ലെങ്കിൽ നിന്റെ അനന്തരാവകാശികളെ ദരിദ്രരായി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അവർക്ക് എന്തെങ്കിലും കരുതി വെച്ച് പോകുന്നത് തന്നെയാണ്. അതിനു വേണ്ടി ചിലവഴിക്കണം. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളത്, അവർക്ക് ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ളത്, അതെല്ലാം കരുതി വെച്ച് അവർക്ക് നൽകണമെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതാണോ നമ്മൾ ബാക്കി വെച്ച് മരിച്ചു പോകുന്നത്? അതൊന്നുമല്ല. മിക്കവാറും പാപ്പമാർ മരിച്ചു പോകുന്ന സമയത്ത് മക്കൾക്ക് ഇനി എന്തിനാ ഇത് ചിലവാക്കാൻ വേണ്ടി ജീവിക്കുന്ന മക്കൾ വരെ ഉണ്ട് നമ്മളെ നാട്ടിൽ. ഇത് ചിലവാക്കി തീരുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ ആയുസറ്റം വരെ ചിലവാക്കാനുള്ള പൈസ വാപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെന്തിനാണ് അവൻ്റെ വിദ്യാഭ്യാസം? എന്തിനാണ് അവനൊരു ജോലി?
നമ്മൾ സമ്പാദിക്കുന്നതിൽ നിന്ന് മുഴുവൻ എടുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നുള്ളതല്ല. അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. സംഭവങ്ങൾ നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ധനം മൊത്തമായി കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്ത സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് സ്വീകരിക്കേണ്ടതിൻ്റെ നിസാബിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ചിന്ത ആവശ്യമാണ്. എൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് ഉപകാരപ്പെടണം. അങ്ങനെ ഉപകാരപ്പെടണമെങ്കിൽ സഹോദരന്മാരെ, മരണപ്പെടുന്നതിന് മുൻപ് പലപ്പോഴും പല ആളുകളും വാപ്പയും ഉമ്മയും ഒക്കെ മരണപ്പെട്ടതിന് ശേഷം സമീപിക്കാറുണ്ട്. ഇനി എൻ്റെ വാപ്പയ്ക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ധനമുണ്ടായിരിക്കുകയും എന്നിട്ട് അതിൽ നിന്നൊന്നും ചെലവഴിക്കാതെ മരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആ ധനം ഉപയോഗപ്പെടുത്തുന്ന നാളെ പരലോകത്ത് അത് ക്രയവിക്രയം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിപ്പോകേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഇതെല്ലാം കരുതി വെച്ചിട്ട് നാളെ പരലോകത്തുനിന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്നാണ് പറഞ്ഞത്. ദുനിയാവിലെ യാത്രകളിൽ അതൊക്കെ നടക്കും, പക്ഷേ പരലോകത്തെ യാത്രയിൽ പരലോകത്ത് അത് നടക്കില്ല. അവിടുത്തെ കറൻസി വേറെയാണ്. അതിവിടെ നിന്ന് തന്നെ സംഭരിച്ചു പോവുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി ഉണർത്തുന്നുണ്ട്. രണ്ടാമത്തത്, ആ ദിനത്തിൻ്റെ പ്രത്യേകത വല അഹുല്ലത്തുൻ, ഒരു സൗഹൃദവും വിലപ്പോകാത്ത ഉപകാരപ്പെടാത്ത ദിവസം ആണ് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ദുനിയാവിൽ പലപ്പോഴും നമ്മുടെ സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് പല തെറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫൈനുകളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകാറുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി കിട്ടാറുണ്ട്. ഈ ഓഫീസുകളിലൊക്കെ ആരെങ്കിലും സൗഹൃദ വലയങ്ങളിലുണ്ട് എങ്കിൽ നമുക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ എളുപ്പത്തിൽ കിട്ടാറുണ്ട്. എന്നാൽ അത്തരം സൗഹൃദ വലയങ്ങളൊന്നും ഒരു സൗഹൃദവും ഉപകാരപ്പെടാത്ത ദിവസമായിരിക്കും അത് എന്ന് തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുന്ന വർത്തമാനമുണ്ട്. യാ ഫാത്തിമ ബിൻതു മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ. അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, സലീനി മാ ശിഅ്തി മിൻ മാലി, എൻ്റെ ധനത്തിൽ നിന്ന് എന്താ നിനക്ക് വേണ്ടത് ചോദിച്ചോ, ഇപ്പം ചോദിക്കണം. ഈ ദുനിയാവിൽ വെച്ച് വാപ്പനോട് ചോദിച്ചോ മോളെ, നിനക്ക് എന്താ വേണ്ടത്, ഉള്ളതിൽ നിന്ന് വാപ്പ തരാം. എന്നാൽ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅൻ, പക്ഷെ പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരാൻ വാപ്പാനെ കൊണ്ട് കഴിയില്ല കേട്ടോ. അൻകി ദീ നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ തടിയെ നീ തന്നെ കാക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയുന്നത് എന്ന് ആലോചിക്കണം. അഷറഫുൽ ഖൽക്കായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിത്അത്ത് കബ്ദ് എന്ന് പരിചയപ്പെടുത്തിയ മകളെക്കുറിച്ചാണ് പറയണത്. അങ്ങനെ ഒരു സൗഹൃദം മോളെ, അങ്ങനെ ഒരു ബന്ധം വെച്ചിട്ട് വാപ്പക്ക് നാളെ പരലോകത്തുനിന്നൊന്നും ചെയ്തു തരാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് നമ്മുടെ സൗഹൃദം ഉപകാരപ്പെടേണ്ടത് എവിടെയാണ്? വിശുദ്ധ ഖുർആനിൽ അവിശ്വാസികളായ ആളുകൾ ഇതെല്ലാം നേരായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ആളുകൾ പരിതപിക്കുന്ന, ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില ഘട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 70-ാം അധ്യായം സൂറത്തുൽ മആരിജിലെ 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. യുബസ്വറൂനഹും, അവർ പരസ്പരം കാണിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പരസ്പരം വാപ്പയും ഉമ്മയും മക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും. എന്നാൽ അന്നേ ദിവസം യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി, പടച്ചോനെ, ഈ കഠിനമായ ശിക്ഷയിൽ നിന്ന് ഇന്നേ ദിവസം എൻ്റെ മക്കളെ പകരമായി നൽകിയിട്ട്, എൻ്റെ മക്കളെ വേണമെങ്കിൽ നരകത്തിലേക്ക് ഞാൻ കൊടുക്കാം, അതിന് പകരമായി എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ദുനിയാവിൽ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും 10 ആളുകൾ നമ്മുടെ വീട് വളഞ്ഞിട്ട് നമ്മൾ കുടുംബത്തോടു കൂടി അകത്തിങ്ങനെ ഇരിക്കുമ്പോൾ ആയുധങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഏതെങ്കിലും വാപ്പ പറയോ, എന്നെ കൊല്ലണ്ട, എൻ്റെ മക്കളെ കൊന്നോന്ന്, എനിക്ക് പകരം എൻ്റെ മകനെ കൊന്നിട്ട് എന്നൊന്ന് വെറുതെ വിടുന്ന ഏതെങ്കിലും സ്നേഹമുള്ള പിതാക്കന്മാർ പറയോ? ആരും പറയില്ല. അത്രമേൽ അടുത്ത ബന്ധമാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ളത്. ജീവിതം വരെ അവർക്ക് വേണ്ടി ത്യജിക്കാൻ സന്നദ്ധമാണ്. എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ്.
എന്നാൽ ആ സ്നേഹമുള്ള ആളുകൾ, ആ മനസ്സുള്ള ആളുകൾ നാളെ പരലോകത്ത് വന്നിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനി, മക്കളെ പകരം കൊടുത്തിട്ട് ഈ ശിക്ഷയിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായേനെ. വസ്വാഹിബത്തിഹി വാഹി, സഹോദരനെ പകരം കൊടുത്തിട്ട് സഹധർമ്മിണിയെ പകരമായി നരകത്തിലേക്ക് അയച്ചിട്ട് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിനെ. ഓ ഫസീലത്തിഹില്ലത്തി തുവി, അവന് അഭയം നൽകിയ ആളുകളെ എല്ലാം പകരം നൽകിയിട്ട് ഞാനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ. വമം ഫിൽ അർളി, തീർന്നില്ല, ബന്ധുമിത്രാദികൾ മാത്രമല്ല, വമം ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ദുനിയാവിലുള്ള എല്ലാ ആളുകളെയും എനിക്ക് പകരം ഈ നരകത്തിലേക്ക് നിറച്ചിട്ട് റബ്ബേ എന്നെ ഈ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ എന്ന് മുജിരിമുകളായ കുറ്റവാളികളായ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ സഹോദര്യം, നമ്മുടെ സൗഹൃദങ്ങളൊന്നും പരലോകത്ത് ഒരാളും വന്ന് ഏറ്റെടുക്കില്ല. ഇവൻ എൻ്റെ കൂട്ടുകാരനാണ്, ഇവന് പകരം ഞാൻ നരകത്തിൽ പോകാൻ തയ്യാറാണ്. ഇന്നോ നമ്മളെ പലതിലേക്കും ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ കൂട്ടുകാരാണ്. പല തെറ്റുകളും, ഒരാളുടെ തെറ്റുകളിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ തുടക്കം ഒരുപക്ഷെ അവൻ്റെ കൂട്ടുകാരിൽ നിന്നായിരിക്കും. ഇങ്ങനെ തെറ്റുകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന കൂട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. നാളെ പരലോകത്ത് വന്നിട്ട് എനിക്ക് പകരം ഇവനെ ഒന്ന് സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ ഇവന് പകരം എന്നെ ആ നരകത്തിലേക്ക് ഇട്ടിട്ട് അവനെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ ഒരാളും വരില്ല, ഒരു മക്കളും വരില്ല, ഒരു സഹധർമ്മിണിയും വരില്ല. അവനവൻ്റെ കാര്യം അവനവൻ തന്നെ നോക്കിക്കൊള്ളണം. പിന്നെ ചില മക്കൾ വരും, മാതാപിതാക്കളെ അന്വേഷിച്ചിട്ട് ചിലർ വരും, എന്നിട്ട് പറയും എൻ്റെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചു തരണം. ആദരിക്കാനും ബഹുമാനിക്കാനൊന്നുമല്ല, അവരുടെ മുഖത്ത് ഞാനൊന്ന് ചവിട്ടട്ടെ എന്ന് പറഞ്ഞ് ചില മക്കൾ വരും. ദുനിയാവിൽ വേണ്ട വിദ്യാഭ്യാസം മക്കൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ പരലോകത്ത് അന്വേഷിച്ചു വന്ന് മുഖത്ത് ചവിട്ടുമെന്നാണ്. അതുകൊണ്ട് ഇവരൊന്നും നമുക്ക് പകരം നരകത്തിലേക്ക് പോയിട്ട് നമ്മളെ രക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവില്ല. എന്നാൽ ഈ സൗഹൃദം തന്നെ നമുക്ക് നാളെ ഉപകാരപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. അതെങ്ങനെയാണെങ്കിലെന്നറിയോ, നമ്മുടെ സൗഹൃദം നമ്മളോട് നന്മ ഉപദേശിക്കുകയും നന്മയിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതാണ് നമ്മുടെ സൗഹൃദമെങ്കിൽ, ജമാഅത്തിന് പോകുന്ന സമയത്ത് അങ്ങാടിയിൽ നിൽക്കുന്ന തൻ്റെ കൂട്ടുകാരൻ്റെ കൈ പിടിച്ചിട്ട് പള്ളിയിലേക്ക് പോരുന്ന സൗഹൃദമാണ് എങ്കിൽ ആ സൗഹൃദത്തിൻ്റെ ഗുണം നാളെ പരലോകത്ത് ലഭിക്കും. നേരെ മറിച്ച് പള്ളിയിലേക്ക് പോകുന്നവനെ കൂടി ഇവിടെ നിൽക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ജമാഅത്തും മുടക്കി നമസ്കാരം തന്നെ കളയുന്ന സൗഹൃദമാണ് എങ്കിൽ അത് പരലോകത്ത് ഉപകാരപ്പെടില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ വൈലത ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല, ഇന്നവനെയൊക്കെ ഞാൻ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിലരൊക്കെ പരലോകത്ത് വെച്ച് പറയും. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കണം എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സൗഹൃദങ്ങൾ നന്മ ഉപദേശിക്കുകയും പരലോകത്ത് ഗുണപ്പെടുകയും ചെയ്യുന്നതാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വരാനിരിക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി, ആ ബോധ്യത്തോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ ശഫാഅ എന്നാണ്. ഒരു ശുപാർശയും നടക്കാത്ത ദിവസം എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തുടർന്ന് ആ ദിവസത്തിൻ്റെ ഭയാനകത വിശദീകരിക്കുന്നിടത്ത് വ്യക്തമാക്കുന്നത്. ഇവിടെ ഷഫാഅത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അതിവാദങ്ങളും അബദ്ധവാദങ്ങളും നിലനിന്നു പോരുന്നുണ്ട്. അതിവാദം എന്ത് എന്ന് ചോദിച്ചാൽ, ഷഫാഅത്ത് എന്ന് പറയുന്ന ഒന്ന് അങ്ങനെ ഒന്നേ ഇല്ല എന്ന് പറയുന്നതാണ് അതിലെ അതിവാദം.
അബദ്ധവാദം എന്ത് എന്ന് ചോദിച്ചാൽ, ആ ഷഫാഅത്ത് നേടിയെടുക്കുന്നതിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായതേട്ടം നടത്തുകയും ശുപാർശയ്ക്ക് വേണ്ടി വിളിച്ചു തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിശ്വാസവും രീതിയും നമുക്കിടയിൽ വരുന്നുണ്ട്. അതതിലെ അബദ്ധവാദമാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിശദീകരിക്കുന്ന ഷഫാഅത്ത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നിരവധിയായ ആയത്തുകൾ ഈ ഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് പറയുന്നത് വത്തഖു യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ ഷഫാഅ. നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു ആത്മാവും മറ്റൊരു ആത്മാവിന് ഗുണപ്പെടാത്ത, വലാ യുഖ്ബലു മിൻഹാ ഷഫാഅ, ഒരു ശുപാർശയും സ്വീകരിക്കാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് യൗമ ഇതിൻ ലാ തൻഫഉ ഷഫാഅത ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. അന്നേ ദിവസം ഷഫാഅത്ത് ഉപകാരപ്പെടുക പരമകാരുണികൻ തൃപ്തിപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ച ആളുകൾക്ക് മാത്രമായിരിക്കും എന്നും പറയുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു വൈരുദ്ധ്യമായ ആശയം പറയുന്നത് പോലെ ഒറ്റ വായനയിൽ നമുക്ക് തോന്നുമെങ്കിലും പണ്ഡിതന്മാർ ഈ ആയത്തുകളെ എല്ലാം വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഷഫാഅത്ത് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം എന്ന നിലക്ക് വിശദമായ ഒരു പഠനം ആ വിഷയത്തിൽ ആവശ്യമാണ്. അടുത്ത ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമയം അനുവദിക്കാത്തത് കൊണ്ട് മാത്രം. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഒരു ഹജ്ജ് കഴിഞ്ഞു. നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകൾ ആ കർമ്മം അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ പൂർത്തിയാക്കി തിരിച്ച് അവരുടെ നാടുകൾ അണഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലും നമ്മുടെ പള്ളിയിലും ഹജ്ജിന് പോയി മടങ്ങി വന്ന ആളുകളുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ സൗഹൃദ വലയങ്ങളിലുണ്ട്. പലപ്പോഴും ഹജ്ജിനെ കുറിച്ചുള്ള ആലോചനകളും ചിന്തകളുമൊക്കെ നമുക്കുണ്ടാകുന്നത് ദുൽഖഅദ മാസത്തിനോട് അടുപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുൻപൊക്കെ ആയിട്ടായിരിക്കും. ഇപ്പോൾ ആ വിഷയം പറയാനുള്ള കാരണം, ഹജ്ജിന് വേണ്ടിയുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീയത്ത് വെക്കുകയും അതിനു വേണ്ടി അപേക്ഷിക്കുകയും ചെയ്താലേ അന്ന് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതൊരു അറിവായി നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്, അറിയിക്കുകയാണ്. ജൂലൈ 31 അപേക്ഷകൾക്കുള്ള അവസാന ദിനമായി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുൻപ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തെ ഹജ്ജ് സമിതി അതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു തരാൻ കഴിയും വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, പോയി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷ നൽകുന്നതൊക്കെ അവർക്ക് പരിചിതമായ കാര്യമാണ്. അവർക്ക് കൂടി അവരെ സഹായിക്കാൻ കഴിയും. അല്ലെങ്കിൽ അത്തരം ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ മഹല്ലുകൾക്കും പള്ളികൾക്കുമെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്ന, അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയും. നമ്മൾ ആലോചിക്കേണ്ടുന്നത് അതിനുള്ള ഒരു നിയ്യത്തും ഒരാഗ്രഹവും നമുക്കുണ്ടാവണം. പലപ്പോഴും ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ആശങ്ക എന്ന് പറയുന്നത് പൈസ ഇല്ലെന്നായിരിക്കും, അല്ലേ? എല്ലാവരും പൈസ ഇല്ല എന്നുള്ളതായിരിക്കും. ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമല്ല. ആരോഗ്യവും അങ്ങോട്ട് പോകാനുള്ള വഴിതടസ്സങ്ങളില്ലാതിരിക്കുകയും സമ്പത്തുമുള്ള ആളുകൾക്കാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതുണ്ടായിട്ടും പോകാതെ ഇരിക്കുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആളുകളുണ്ടാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ദുനിയാവിലെ പല കാര്യങ്ങൾക്കും പൈസ മുഴുവൻ ഒപ്പിച്ച് വെച്ചിട്ടല്ലല്ലോ നമ്മൾ ഇറങ്ങാറുള്ളത്. അല്ല, നമ്മൾ പലതും തീരുമാനിക്കുകയും എന്നിട്ട് മുന്നോട്ട് പോവുകയും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിൽ ഒരു പ്രസവം ഉണ്ടായി എന്ന് വിചാരിക്കും. സഹോദരങ്ങളുടെ കുട്ടികളാരെങ്കിലും പ്രസവിച്ചു. അപ്പോൾ തന്നെ ഭാര്യ പറയും, എന്തെങ്കിലും സ്വർണം കൊടുക്കണം. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരെങ്കിലും ഇതുവരെ അത് ചെയ്യാതിരുന്നിട്ടുണ്ടോ? നമ്മൾ വ്യക്തിപരമായി ആലോചിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്.
നമ്മൾ പൈസ ഇല്ല എന്ന് ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യ പറയും എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങിപ്പോയ ദുനിയാവിലൊരു കാര്യം പറയും നമ്മുടെയും നമ്മുടെ മക്കളുടെയും. ഓരോരുത്തരും ആലോചിച്ചാൽ മതി. പക്ഷേ പടച്ചവൻ്റെ കാര്യം വരുമ്പോൾ, ആഖിറത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന് ചെക്ക് വെക്കുന്നത് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പരിശ്രമിക്കുകയും മനസ്സ് വെക്കുകയും നിയ്യത്തുണ്ടാവുകയും എന്നിട്ട് പരിശ്രമിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു വഴി തുറന്നു തരും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മൾ അപേക്ഷിക്കുകയും അതിനുള്ള അവസരം നാഥൻ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, ആ ദിനം ഞങ്ങളിലേക്ക് വരുന്ന ദിവസം സന്തോഷത്തോടുകൂടി നിന്നെ കണ്ടുമുട്ടാൻ വലം കൈകൊണ്ട് നിൻ്റെ ഗ്രന്ഥം സ്വീകരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പരലോകത്ത് സന്തോഷത്തോടുകൂടി നിൽക്കുവാനും അതോടൊപ്പം സ്വർഗം നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാം പ്രയാസങ്ങളെ നാഥ നീ ദൂരീകരിച്ച് കൊടുക്കണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവർക്ക് നിൻ്റെ മഹത്തായ ഫളില് കൊണ്ട് അവരുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ച് കൊടുക്കണമേ തമ്പുരാനെ. രോഗം അനുഭവിക്കുന്നവർക്ക് അവരുടെ രോഗങ്ങളെ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ കുടുംബ ബന്ധുമിത്രാദികൾ, അവരുടെ എല്ലാം ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരുടെ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.